ഓക്കെ, നമസ്കാരം. ഞാൻ സുധീഷ് സദാശിവൻ. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എങ്ങനെ ട്രേഡ്സ് പ്ലാൻ ചെയ്യാം, അതായത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞാൻ പേഴ്സണലി മാർക്കറ്റിനെ റീഡ് ചെയ്യുന്നത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലും, അതുപോലെ തന്നെ പ്രൈസ് ആക്ഷന്റെ ഒരു ലെവൽസും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ കമ്പൈൻ ചെയ്താണ് നമ്മൾ മാർക്കറ്റിന് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഞാനിപ്പം ഓപ്പൺ ആക്കിയിരിക്കുന്നത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു പക്ഷേ മാർക്കറ്റ് പ്രൊഫൈലിൽ കാണിച്ച് ഇത് പല ആളുകൾക്കും മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്കറ്റ് പ്രൊഫൈലിൽ സംഭവിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ നേരെ ട്രേഡിംഗ് വ്യൂ ചാർട്ടിൽ വന്നിട്ട് സ്പോട്ട് ചാർട്ടിലെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കാണിച്ചത്. ഇതിപ്പോ നമുക്ക് എടുത്തിരിക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഫ്യൂച്ചർ ചാർട്ടാണ്, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പം ഫ്യൂച്ചർ ചാർട്ടിന്റെ പ്രൈസും അതുപോലെ തന്നെ സ്പോട്ട് പ്രൈസിന്റെ പ്രൈസും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഫ്യൂച്ചർ ചാർട്ട് മാർക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് റീഡ് ചെയ്യുമ്പോൾ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് മാർക്കറ്റ് എന്താണ് ഒരു സെൽ സൈഡിലേക്ക്, ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു ആക്ടിവിറ്റി മാർക്കറ്റിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ എന്താ ഒരു ഓഡിയോ ഓപ്പണിംഗ് ആണ്. ഇവിടെ ഓഡിയോ അല്ല, ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ തൊട്ട് മുകളിൽ എന്താണ്, ഇവിടെ ഒരു സിംഗിൾ പ്രിന്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു സിംഗിൾ പ്രിന്റ്. അതായത് അവിടെയൊക്കെ എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഡൗൺ സൈഡിലേക്കുള്ള ഇൻഡിക്കേഷൻ നിഫ്റ്റിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ എന്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്ന ഒരു ബൈ സോൺ ആണ്. അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി മുകളിലോട്ട് ഒരു ബൈ ചെയ്ത ഏരിയ ആണ്. അപ്പം ഇപ്പൊ നിൽക്കുന്ന എന്താണ് ഒരു ബൈ സോണിലാണ്. അതുപോലെ തന്നെ ഈ ടോപ്പിലെ ലെവൽ ഇതെന്താണ്, ഇതൊരു ഫ്യൂച്ചർ ലെവൽ പറയുകയാണെങ്കിൽ 24,000 975 മുതൽ 24,000, ഇത് ഫ്യൂച്ചറിന്റെ ലെവലാണ്. 25,000 25,222 എന്ന് പറയുന്ന ലെവൽ എന്താണ് ആ, ഒരു റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു സെൽ സോൺ ആണ്. അപ്പൊ ഇതിനിടയിലാണ് ഇപ്പൊ മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് ഇവിടെ നമുക്ക് ഒരു എൽ സ്പൈക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ആ ഒരു ക്ലോസിംഗിന്റെ ടൈമിൽ ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്നാണ്. അതായത് ഹെവി ആയിട്ട് അവരവിടെ ഒരു എന്താണ് താഴേക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു പൊസിഷൻ അവർ ആഡ് ചെയ്തിട്ടുണ്ട് സ്മാർട്ട് മണി. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ഒരു വ്യൂ നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ കൂടുതലാണ്. പക്ഷെ എന്താണ്, നമുക്കറിയാം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ മൂവ്മെന്റ് വരുന്നത് പലപ്പോഴും ഗ്ലോബൽ ന്യൂസിനെയും അതുപോലുള്ള ഫണ്ടമെന്റൽ പല പല കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. എങ്കിലും നമ്മളൊരു ടെക്നിക്കൽ വ്യൂ ആണ് നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഞാൻ സ്പോട്ട് ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞാനുള്ളത് നിഫ്റ്റിയുടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 24,500 മുതൽ 24,460 വരെയുള്ള ലെവൽ എന്താണ് നിഫ്റ്റിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ. സ്പോട്ട് ചാർട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ഒരു ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യണം. 24,500 മുതൽ 24,460 വരെയുള്ള ലെവൽ എന്താണ് സ്ട്രോങ് സപ്പോർട്ടാണ്. അതായത് നമ്മൾ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ മാർക്കറ്റ് പലതവണ എന്താണ് ഈ ഒരു ലെവൽസിനെ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും, മൾട്ടിപ്പിൾ ടൈമിൽ എന്താണ് മാർക്കറ്റ് ഈ ലെവലിൽ എന്താണ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ഒരു ബൈയിങ് ആക്ഷൻ അവിടെ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ എന്താണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു പക്ഷേ മാർക്കറ്റ് ആ ഒരു ലെവലിനെ ക്രോസ് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു 50 മിനിറ്റിന്റെ ക്യാൻഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ മാർക്കറ്റ് അതിന്റെ താഴെയായിട്ട് സസ്റ്റെയിൻ ചെയ്തു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നല്ലൊരു എൻട്രി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ആ ഒരു ലെവല് മാർക്കറ്റ് ക്രോസ് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ ഹൈ ആണ്. കാരണം നമുക്കിവിടെ ഒരു 24,377 ആ റേഞ്ച് മുതൽ 24,050 വരെയുള്ള ലെവൽ എന്താണ് മാർക്കറ്റിന്റെ ഒരു ഗ്യാപ്പ് ഏരിയ ആണ്. അപ്പൊ ആ ഒരു ഗ്യാപ്പ് വന്ന് ഫില്ല് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. അപ്പൊ നിങ്ങളും കൂടി ഈ ലെവൽസ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചാർട്ട് നോക്കി നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്യുക. എന്തൊക്കെയാണ് അതിൽ ഗ്യാപ്പ് ഏരിയ എന്താണ്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. അപ്പൊ ഒരുപക്ഷെ മാർക്കറ്റ് 24,500 താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ താഴെ
മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ ഹൈ ആണ്. 24,050 വരെയുള്ള ഏരിയയിൽ എത്താനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. അപ്പൊ അതിന്റെ പിന്നിൽ വേറെ റീസൺ കൂടി ഉണ്ട്. അതായത് നമ്മൾ നിഫ്റ്റിയുടെ ഒരു ട്രേഡിംഗ് ഫ്യൂച്ചേഴ്സ് ഒരു മൂവിംഗ് ആവറേജിന്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോഴും ഇപ്പൊ ഇവിടെ നമുക്ക് നിഫ്റ്റിയിലെ ഒരു 20 മൂവിംഗ് ആവറേജും 50 ഒക്കെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊരു എന്താണ് ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു കറക്ഷന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. സെല്ലിംഗ് പ്രഷർ ആണ് മാർക്കറ്റിൽ. 50 മൂവിംഗ് ആവറേജിന്റെ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അതൊരു സെല്ലിംഗ് പ്രഷർ ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു നെക്സ്റ്റ് ഒരു കറക്ഷൻ എടുത്ത് മാർക്കറ്റ് റീടെസ്റ്റ് കറക്ഷൻ കഴിഞ്ഞ് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ, അതായത് നെക്സ്റ്റ് ഈ 50 മൂവിംഗ് ആവറേജ് മാർക്കറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതായത് 200 മൂവിംഗ് ആവറേജ് ആണ്. അപ്പൊ ഈ ലെവലും കറക്റ്റ് ആണ്. 24,050 എന്ന് പറയുന്ന ലെവലിലാണ് ഈ ഒരു 200 മൂവിംഗ് ആവറേജ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു പോസിബിലിറ്റി നമുക്കത് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് ബൗൺസ് ചെയ്യാനുള്ള ചാൻസും മാർക്കറ്റ്. അപ്പം നമുക്ക് 24,050 മുതൽ അതുപോലെ 24,000 എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അപ്പം ആ ഒരു ലെവൽ നമ്മുടെ മൈൻഡിൽ വെക്കുക. കമ്മിങ് ഡേയ്സിൽ മാർക്കറ്റ് അവിടെ എത്താനുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇനിയിപ്പം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവാണ്. ഓക്കെ. ഇപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണുള്ളത്. ഓക്കെ. ഇപ്പം ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയയിലാണ്. അപ്പൊ ഞാനിവിടെ ചെറിയൊരു സോൺ പോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ഇപ്പം നിൽക്കുന്ന ഒരു ലെവലിൽ ഇതൊരു സപ്പോർട്ടാണ്. ഒരുപക്ഷെ മാർക്കറ്റ് ഇതിന് താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിഫ്റ്റിയും നല്ല രീതിയിൽ ഇറങ്ങി പോവാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഇറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത്ര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 85,600 എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ച് സ്ട്രോങ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ ഒരു സോൺ എന്റെ ഒരു കുറച്ചുകൂടി ഒരു ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. 55,600 മുതൽ 55,475 വരെയുള്ള ലെവൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ലെവൽ ക്രോസ് ചെയ്ത താഴേക്ക് എത്താം. ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഒന്നുമല്ല. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ഒരു എന്താണ് ഈ ഒരു ലെവൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ മാർക്കറ്റ് 55,160 മുതൽ 55,050 വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി ബാങ്ക് നിഫ്റ്റിയിലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നെക്സ്റ്റ് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ലെവലാണ്. ഈ ഒരു ലെവൽ വരെ ഒരുപക്ഷെ മാർക്കറ്റ് എത്താം. അപ്പൊ ഈ ഒരു ലെവൽ ഇവിടെ ഞാൻ കുറച്ച് മാർക്ക് ചെയ്യാനായിട്ട് കാരണം കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ള ഏരിയ ആയിട്ട് അപ്പൊ അവിടെ ഞാൻ ഒരു നോട്ട് ട്രേഡിംഗ് സോണായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്ത ലെവൽ ഇതാണ്. നെക്സ്റ്റ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ആണ്. 55,170 മുതൽ 55,065 വരെയുള്ള ലെവല് നമുക്കൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള 55,000 എന്ന ഒരു റൗണ്ട് നമ്പർ നമുക്ക് നോട്ട് ചെയ്യാം. അവിടെ വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി മാർക്കറ്റിൽ ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ താഴെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു സ്ട്രോങ് ലെവലാണ്. ഈ ലെവലിൽ താഴെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താണ് 54,350 ആ ഒരു ഏരിയയിൽ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെയും ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഒരുപക്ഷെ മാർക്കറ്റ് ഒരുപക്ഷെ ഇവിടെ ടച്ച് ചെയ്ത് പോയേക്കാം, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിനുള്ള പോസിബിലിറ്റിയും മാർക്കറ്റിലുണ്ട്. അപ്പൊ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു ലെവലും നിങ്ങൾ മൈൻഡിൽ വെക്കുക.